വിശദമായ വാർത്തകളിലേക്ക്. കെഎസ്ആർടിസിയിൽ ഗതാഗത മന്ത്രിയുടെ നിലപാട് LDF സർക്കാർ നയത്തിന് വിരുദ്ധമെന്ന് AK ബാലൻ. ജീവനക്കാരെ മൊത്തം ബാധിക്കുന്ന പ്രശ്നത്തിൽ ഏകപക്ഷീയമായ തീരുമാനമെടുത്തതിന് ശേഷം യൂണിയനുകളുമായി വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്നാണ് മന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മാനേജ്മെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്നും ബാലൻ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥർക്കെതിരെയും ബാലൻ വിമർശനമുയർത്തി. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, മന്ത്രി ആന്റണി രാജുവിന്റെ നിലപാടുകൾക്കെതിരെ ഏകപക്ഷീയമായി അദ്ദേഹം KSRTCയിൽ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളതാണ് AK ബാലൻ പറയുന്നത്. ഈ ഇടതുമുന്നണിയിൽ മുഴുവനായി ഇത്തരത്തിലൊരു അഭിപ്രായമാണോ ഉള്ളത്? ഈ KSRTCയിൽ മാനേജ്മെന്റ് നിലവിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പൂർണ്ണമായും തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ടുള്ളത് തന്നെയാണല്ലേ? എന്തായാലും മാനേജ്മെന്റ് അത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് ശമ്പളം ഗഡുക്കളായി നൽകാം, അത്തരത്തിൽ ഗഡുക്കളായി വേണ്ടാത്തവർ അത് എഴുതി നൽകണമെന്നുള്ള ആവശ്യം മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചത്. അതിന് മുന്നോടിയായി നടന്ന ട്രേഡ് യൂണിയൻ ചർച്ചയിലും മാനേജ്മെന്റ് ഇക്കാര്യം ഉന്നയിച്ചു. എന്നാൽ ആ ട്രേഡ് യൂണിയൻ ചർച്ചയിൽ 3 അംഗീകൃത യൂണിയനുകളും ഈ തീരുമാനത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ CMD അത്തരമൊരു ഉത്തരവിറക്കിയത്. അതായത് ഗഡുക്കളായി ശമ്പളം വേണ്ട എന്നുള്ളവർ എഴുതി നൽകണമെന്നുള്ള തീരുമാനം. അതിനുശേഷം ഗതാഗത മന്ത്രി അടക്കം പ്രതികരിച്ചത് ഇത്തരത്തിൽ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കേൾക്കാം, അവരെയും കൂടി അവരുടെ വേണമെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കാമെന്നുള്ള പ്രതികരണമാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെയാണ് ഇപ്പോൾ മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ AK ബാലൻ തള്ളിപ്പറയുന്നത്. മന്ത്രിയുടെ നിലപാട് ഇടതുമുന്നണി നയമല്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിമർശനം. ഇതുകൂടാതെ നിലവിൽ KSRTCയിൽ നടക്കുന്നത് അത് ഒരു പ്രത്യേക യൂണിയന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്, അതായത് BMS യൂണിയനെ വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്ന് പരോക്ഷമായി AK ബാലൻ കുറ്റപ്പെടുത്തുന്നു. ഇത്തരത്തിൽ KSRTCയിലെ മറ്റ് യൂണിയനുകളെല്ലാം ഇല്ലാതാക്കി BMS യൂണിയൻ മാത്രമായി നിലനിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അത് നേരത്തെ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചില ഉദ്യോഗസ്ഥർ ആരംഭിച്ചിരുന്നു. എന്തായാലും അത് മന്ത്രി തിരിച്ചറിയണമെന്നും AK ബാലൻ തന്റെ പ്രസ്താവനയിൽ പറയുന്നു. എന്തായാലും ഗുരുതരമായ ആരോപണമാണ്. നേരത്തെ 2022 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ KSRTC മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും എന്നുള്ള നയമായിരുന്നു ട്രേഡ് യൂണിയനുകൾ എടുത്തത്. മാനേജ്മെന്റ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാ പുതിയ നിർദ്ദേശങ്ങളും മാനേജ്മെന്റിന്റെ നിർദ്ദേശങ്ങളും തൊഴിലാളി യൂണിയനുകൾ അംഗീകരിച്ചിരുന്നു. അപ്പോഴൊന്നും പക്ഷേ ശമ്പളം ഗഡുക്കളായി നൽകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന കാര്യം സൂചിപ്പിക്കുക പോലും ഉണ്ടായില്ല. ശമ്പളം 5-ാം തീയതി നൽകാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു അന്ന് എടുത്തത്. പക്ഷെ അതിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് മന്ത്രി കൂടി അംഗീകാരം നൽകിയിരിക്കുന്നു. ആ സാഹചര്യമാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ CPM നേതാവ് എടുത്തു പറയേണ്ടത്. ഈ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യൂണിയനുകൾക്ക് പരാതിയില്ല, പരാതി ഉണ്ടെങ്കിൽ അവർ രംഗത്തേക്ക് വരട്ടെ എന്നുള്ളതാണ്. ഈ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ എല്ലാ രാഷ്ട്രീയ യൂണിയനുകളും അവരുടെ നിലപാട് വ്യക്തമാക്കിയതല്ലേ? അതായത് ഈ പറയുന്ന പുതിയ പരിഷ്കാരങ്ങളോട് യോജിക്കാൻ താല്പര്യമില്ല, ഇത്തരത്തിൽ ശമ്പളം നൽകുന്ന, ഗഡുക്കളായി ശമ്പളം നൽകുന്ന നിലപാടിനോട് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് വെക്കുന്ന നിലപാടിനോടൊന്നും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് ആ ചർച്ചയിൽ തന്നെ വ്യക്തമാക്കിയതല്ലേ? പിന്നീട് പ്രത്യേകിച്ച് ഒരു പരാതി നൽകേണ്ട സാഹചര്യം ഉണ്ടോ? ആ ചർച്ചയിൽ മന്ത്രി പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് മന്ത്രി അതിന് ന്യായീകരണമായി പറയുന്നത്. കാരണം മന്ത്രിയോട് ആലോചിക്കാതെയാണ് മാനേജ്മെന്റ് അത്തരമൊരു തീരുമാനമെടുത്തത്. അത്തരത്തിൽ ശമ്പളം നൽകുന്നത് സംബന്ധിച്ചുള്ള എന്ത് തീരുമാനങ്ങളും മാനേജ്മെന്റിന് എടുക്കാം എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. കാരണം ഗതാഗത മന്ത്രി പൂർണ്ണമായി ഇത്തരത്തിൽ മാനേജ്മെന്റ് തീരുമാനങ്ങൾക്ക് വിട്ട് ഗതാഗത മന്ത്രി കൈയൊഴുകുകയാണ്. കാരണം ഇത് മാനേജ്മെന്റ് ഒരു തീരുമാനമാണ്, മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനമാണ്. എന്തായാലും അത് തന്നോട് ആലോചിച്ചില്ല. തൊഴിലാളി സംഘടനകൾക്ക് പരാതി ഉണ്ടെങ്കിൽ പറയാം, ഇത്തരത്തിൽ ഇതുവരെ തനിക്ക് പരാതി ലഭിച്ചിട്ടില്ല, എന്തായാലും പരാതി ഉണ്ടെങ്കിൽ പറയാം, തൊഴിലാളികളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. പക്ഷേ AK ബാലൻ പറഞ്ഞത് അത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് അത് ഉത്തരവായി ഇറക്കിയ ശേഷം വേണമെങ്കിൽ ഇത്തരത്തിൽ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്യാം എന്നുള്ളത് അതൊരു ഇടതുപക്ഷ നയമല്ല, LDFന്റെ നയമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനം. കാരണം ഇത്തരത്തിൽ ടാർഗറ്റ് നിശ്ചയിച്ച് ഓരോ ഡിപ്പോകൾക്കും ടാർഗറ്റ് നിശ്ചയിക്കുകയും ആ
ടാർഗറ്റ് അനുസരിച്ച് ടാർഗറ്റ് പൂർത്തിയാക്കുന്നവർക്ക് കൃത്യം 5-ാം തീയതി ശമ്പളവും ടാർഗറ്റ് പൂർത്തിയാക്കാത്തവർക്ക് ഗഡുക്കളായി പിന്നീട് ശമ്പളം നൽകാം എന്നുള്ളതായിരുന്നു മാനേജ്മെന്റ് തൊഴിലാളി സംഘടനകളുമായി ചേർന്ന യോഗത്തിൽ മുന്നോട്ട് വെച്ച പ്രധാന അജണ്ട. എന്നാൽ അത് മുഴുവൻ യൂണിയനുകളും തള്ളിക്കളഞ്ഞപ്പോഴാണ് പുതിയൊരു ഉത്തരവിലൂടെ വീണ്ടും ഇത് നടപ്പാക്കാൻ വേണ്ടി മറ്റൊരു വഴി മാനേജ്മെന്റ് സ്വീകരിച്ചത്. അതാണ് ഇത്തരത്തിൽ ഗഡുക്കളായി ശമ്പളം 5-ാം തീയതി ഗഡുക്കളായി നൽകുന്ന ശമ്പളം വേണ്ടാത്ത തൊഴിലാളികൾ അത് എഴുതി നൽകണം. അത് വലിയൊരു തന്ത്രമാണ് മാനേജ്മെന്റ്. കാരണം അത്തരത്തിൽ ഒരു തൊഴിലാളി എഴുതി നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ തൊഴിലാളിക്ക് എത്ര വൈകിയായിരുന്നാലും ശമ്പളം കൊടുത്താൽ മതി, അതിനെ 5-ാം തീയതി തന്നെ വേണമെന്നില്ല എന്നുള്ള ഒരു സത്യവാങ്മൂലം മൂലം ആയിപ്പോകും തൊഴിലാളി അങ്ങനെ എഴുതി നൽകുന്നത്. അത്തരമൊരു ഉത്തരവ് കത്തിച്ചുകൊണ്ടായിരുന്നു എല്ലാ ട്രേഡ് യൂണിയനുകളും ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചത്. എന്തായാലും ഈ തീരുമാനത്തിൽ നേരത്തെ തന്നെ തീരുമാനവുമായി അല്ലെങ്കിൽ തൊഴിലാളി നേതാക്കൾ പൂർണ്ണമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ തന്നെ പുറത്തിറക്കി ഇപ്പോൾ AK ബാലൻ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രിക്കെതിരെയും മാനേജ്മെന്റിനെതിരെയുമാണ് വിമർശനം. എന്തായാലും നേരത്തെ തന്നെ അതിന് മറ്റൊരു ഉദാഹരണം കൂടി, അതായത് ഒരു പ്രത്യേക യൂണിയനെ മാത്രം വളർത്തിയെടുക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്, അത് മന്ത്രി തിരിച്ചറിയണം എന്നാണ് AK ബാലൻ ഈ പ്രസ്താവനയിൽ പറയുന്നത്. അതായത് മന്ത്രി AK ബാലൻ ലക്ഷ്യമിടുന്നത് BMS യൂണിയനെ വളർത്തിയെടുക്കാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് പരോക്ഷമായി പറയുന്നത്. എന്തായാലും ആ തീരുമാനം മന്ത്രി തിരിച്ചറിയണം, അത് തിരിച്ചറിഞ്ഞു വേണം ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ എന്നുള്ളതാണ്. എന്തായാലും ഈ LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമായിരുന്നു ആദ്യമായിട്ട് BMS യൂണിയൻ അംഗീകാരം, ട്രേഡ് യൂണിയൻ രംഗത്ത് അംഗീകാരം KSRTCയിൽ നേടിയെടുക്കുന്നത്. ഏകദേശം 18% വോട്ട് നേടിയായിരുന്നു ട്രേഡ് യൂണിയൻ അംഗീകൃത ട്രേഡ് യൂണിയനായി BMS യൂണിയൻ മാറുന്നത്. അത് ശരി ഉമേഷ് ദയവായി തുടരുക. ഇപ്പോൾ പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഡിജോ കാപ്പൻ, ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പ്രസ്താവനകൾ, നിലപാടുകൾ ഒക്കെ തന്നെയും ഈ തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട്, ഗുരുതരമായ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ AK ബാലൻ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരത്തിൽ മന്ത്രി ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ നിലപാടിനോട് AK ബാലന്റെ ഈ പുതിയ വിമർശനത്തോട് യോജിക്കുകയാണോ താങ്കൾ? അല്ല, ഇത്രയും കാലം KSRTC ഭരിച്ച മന്ത്രിമാര് ഓരോരോ തീരുമാനങ്ങൾ എടുത്തതിന്റെ ഒരു തിക്ത അനുഭവമാണിത്. മന്ത്രിമാരെടുത്തത് കൊണ്ടല്ല, ട്രേഡ് യൂണിയനുകൾ മന്ത്രിമാരെയും കോർപ്പറേഷന്റെ ബോർഡിനെയും നിയന്ത്രിക്കാൻ പോയത് കൊണ്ടുണ്ടായ അപകടമാണ്. ഞങ്ങളിതൊക്കെ ഒരു 85-90 മുതൽ 90 കാലഘട്ടങ്ങളിൽ മുതൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ബസ് ജീവനക്കാരുടെ റേഷ്യോ, അതായത് 12 പേരായിരുന്നു ഒരു ബസിന്റെ ജീവനക്കാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാതെ ബസ് ഓടാൻ പറ്റില്ല. പക്ഷെ ചീഫ് ഓഫീസിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമായി കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്ന ഒരു വിഭാഗം ആളുകളെ പണ്ട് കാണാമായിരുന്നു. കമ്പ്യൂട്ടർവൽക്കരണം വന്നു. KSRTCയിൽ എന്ത് നടപടി കമ്പ്യൂട്ടർവൽക്കരണവുമായി നടത്തി? അപ്പൊ അങ്ങനെ വന്ന് ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത ചാർജ് KSRTCക്ക് വേണ്ടി ബസ് ചാർജ് വർധനവ് നടത്തി. എന്നിട്ടും KSRTC രക്ഷപ്പെടുന്നില്ല. ഇത് 2000 കോടി രൂപയോളമാണ് ഒരു പൊതു ഖജനാവിൽ നിന്ന് ഈ 3000 സർവീസുകൾ നടത്തുന്നതിനായിട്ട് KSRTC പ്രതിവർഷം കഴിഞ്ഞ വർഷമൊക്കെ ചെലവഴിച്ചത്. അപ്പൊ ഇത് എവിടെയെങ്കിലും ചെന്ന് നിൽക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ KSRTCയുടെ ഈ വകുപ്പ് CPM ഏറ്റെടുത്തിട്ട് ആ ഘടകകക്ഷിക്ക് വേറെ വകുപ്പ് കൊടുക്കട്ടെ. ഇനി അവര് നോക്കിയാൽ ഇത് നന്നാവുന്നു. ഏതൊക്കെയാലും ഒത്തിരി ആളുകൾ ഇത് പരിഷ്കരിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇത് ഒരു വലിയ ബാധ്യതയായി കേരള സമൂഹത്തിന് വരുന്നു. KSRTC മാത്രമല്ല, വരും കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡും ഇത് തന്നെയാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സർവീസ്, അതായത് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ളിടത്ത് തന്നെ ഈ പ്രതിസന്ധി വരും. കഴിഞ്ഞ ശമ്പള പരിഷ്കരണം കൊണ്ട് 25,400 കോടി രൂപയുടെ അധിക ബാധ്യത കേരളത്തിന് കൊടുത്തു. അതാണ് ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ജനങ്ങളുടെ മേൽ ടാക്സ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ 1.5% വരുന്ന ട്രേഡ് യൂണിയനുകളിൽ നിന്ന് കിട്ടുന്ന വമ്പിച്ച വരുമാനം പാർട്ടി ഫണ്ടിലോട്ട് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ പണം കിട്ടുന്നവരോട് നന്ദി കാണിക്കണം. ജനങ്ങളെ കൊള്ളയടിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഡിജോ കാപ്പൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ KSRTC CIT ഓർഗനൈസിംഗ് സെക്രട്ടറി സന്തോഷ് കൂടി ചേരുകയാണ്. ശ്രീ സന്തോഷ്, ഈ ഗഡുക്കളായി ശമ്പളം നൽകുക, അതും വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളം നൽകുന്ന രീതിയോട്, ആ മാനേജ്മെന്റിന്റെ തീരുമാനത്തോട് ആ ചർച്ചയിൽ തന്നെ പൂർണ്ണമായും വിയോജിച്ചതാണ് എല്ലാ ട്രേഡ് യൂണിയനുകളും. പക്ഷേ അത് വകവെക്കാതെ ആ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പൂർണ്ണമായ പിന്തുണ ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് തീർത്തും ജനാധിപത്യ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വിരുദ്ധമാണ് എന്നുള്ള AK ബാലന്റെ വിമർശനം, അതിനോട് എത്രമാത്രം യോജിക്കുന്നു?
അല്ല, AK ബാലൻ സഖാവിന്റെ വിമർശനത്തോടു കൂടി പൂർണ്ണമായിട്ടും അസോസിയേഷൻ പിന്തുണ അറിയിക്കുകയാണ്. അദ്ദേഹം സത്യസന്ധമായി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രീ ബിജോക പ്രസാദ് പറഞ്ഞതുപോലെ ഇതൊന്നും വേണ്ട, ഈ സംവിധാനമൊന്നും വേണ്ട എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. എല്ലാ കാലത്തും അദ്ദേഹം ഒരു KSRTC വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ പ്രേക്ഷകർക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം. ഇവിടെ ഉത്തരവ് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റ ദൗർഭാഗ്യകരമാണ്. അത് ഇന്നലെയും നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഒരു ശമ്പളം ബാങ്കിൽ വരുമ്പോൾ തന്നെ അതിന്റെ പകുതിയോളം ജീവനക്കാരുടെ ലോൺ റീപേയ്മെന്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ മറ്റു മേഖലകളെ കണക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടി ജീവിക്കുന്ന ജീവനക്കാരല്ല KSRTCയിലെ ജീവനക്കാർ. തുച്ഛമായ വേതനത്തിൽ ജീവിക്കുന്ന ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ മറ്റു ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളുടെ എല്ലാം ഈ ശമ്പളം ബാങ്കിൽ വരുമ്പോൾ തന്നെ ബാങ്കുകാർ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. പിന്നെ ഉള്ളത് കിട്ടുന്ന പൈസ കൊണ്ട് അധിഷ്ഠിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് ഏകപക്ഷീയമായി നടപ്പിലാക്കുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നമ്മൾ ആരംഭിക്കുന്നതാണ്. നമ്മൾ 17-ാം തീയതി സംഘടന ആഹ്വാനം ചെയ്തതനുസരിച്ച് എല്ലാ ഡിപ്പോകളിലും ഈ ഉത്തരവ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയുണ്ടായി. ഉജ്ജ്വലമായ തൊഴിലാളി പങ്കാളിത്തമാണ് അതിൽ ഉണ്ടായിരുന്നത്. നാളെ ചീഫ് ഓഫീസറയിൽ നമ്മുടെ സംഘടന പ്രതിഷേധ ധർണ നടത്തുകയാണ്. നാളത്തെ ദിവസം എന്ന് പറയുന്നത് പൊതുഗതാഗതം ആരംഭിച്ചിട്ട് 85 വർഷം പിന്നിടുകയാണ്. 1938 ആദ്യമായി പൊതുഗതാഗത ചലനം ഉണ്ടായത്. അന്ന് തന്നെ എല്ലാ വർഷവും നമ്മൾ സംഘടന ഓരോ ജനകീയ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് വരുന്നതാണ്. പക്ഷെ ഇന്നത്തെ പ്രതിസന്ധി കാരണം നമ്മൾ നാളെ ഈ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധ ധർണയും KSRTC മാനേജ്മെന്റിന്റെ വ്യവസായ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 10,000 കത്തുകൾ ശ്രീ സന്തോഷ്, ഇത്തരത്തിൽ KSRTCയിൽ ജീവനക്കാർക്കൊരു ടാർഗറ്റ് നിശ്ചയിക്കുക, വരുമാനത്തിനനുസരിച്ച് ശമ്പളം നൽകുക എന്നൊക്കെ പറയുന്നത് തീർത്തും യുക്തി വിരുദ്ധമല്ലേ? തീർച്ചയായിട്ടും ഇത്രയും ആധുനിക കാലത്തിലെ ഏറ്റവും തൊഴിലാളി വിരുദ്ധമായ സമീപനമാണ്. ഒന്ന് നോക്കൂ, ഈ ഷെഡ്യൂളുകളെ എല്ലാം നിശ്ചയിക്കുന്നത് KSRTC മാനേജ്മെന്റ് ആണ്. ഏത് റൂട്ടിൽ എപ്പോഴും വണ്ടി ഓട്ടിക്കണം, എങ്ങനെ വണ്ടി ഓട്ടിക്കണം എന്ന് നിശ്ചയിക്കുന്ന KSRTC മാനേജ്മെന്റ് ആണ്. ആ റൂട്ടിൽ ജീവനക്കാർ വണ്ടി ഓട്ടിച്ച് കിട്ടുന്ന വരുമാനം പരമാവധി കൊണ്ട് അടയ്ക്കുന്നുണ്ട്. 3400 ബസ് ഓട്ടിച്ചുകൊണ്ട് പ്രതിമാസം 200 കോടി രൂപ കളക്ഷൻ കൊണ്ട് അടയ്ക്കുന്നെങ്കിൽ ജീവനക്കാർ ജോലി ചെയ്യാതെ ഈ കളക്ഷൻ കൊണ്ട് അടയ്ക്കാൻ കഴിയില്ലല്ലോ. അത് ഓരോ ഡിപ്പയ്ക്ക് ഓരോ സാഹചര്യമാണ്. കുളത്തുപുഴ ഡിപ്പയുടെ സാഹചര്യമല്ല തിരുവനന്തപുരം സെൻട്രലിലുള്ളത്. തിരുവനന്തപുരം സെൻട്രലിന്റെ സാഹചര്യമായിരിക്കില്ല കൊട്ടാരക്കരയുള്ളത്. ഓരോ ഡിപ്പയ്ക്ക് ഒരു സാഹചര്യമുണ്ട്. ബൈ റൂട്ടുകളും മറ്റു മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ചില ഡിപ്പോകളുണ്ട്. അപ്പോൾ അത് തികച്ചും അപരിഷ്കൃതമായ ഒരു സമീപനമാണ് അത് സ്വീകരിക്കുന്നത്. ആരുടെ ബുദ്ധിയിലാണ് മണ്ടത്തരങ്ങൾ ഉദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിശയകരമായി സംഘടന നോക്കിക്കാണുന്നത്. അത് മാത്രമല്ല, വരുമാനമുള്ള എല്ലാ റൂട്ടുകളും സ്വിഫ്റ്റിലോട്ട് മാറ്റിക്കൊണ്ട് പഴയ ബസ്സുകളിട്ടുകൊണ്ട് ഈ ടാർഗറ്റ് തയ്ക്കുക എന്നുള്ളത് ഒരു കാലത്ത് നടക്കാത്ത കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ടാർഗറ്റ് നിശ്ചയിക്കുമ്പോൾ വേറെ 1-2 ചോദ്യങ്ങളുണ്ട്. ഇപ്പോ വർക്ക്ഷോപ്പുകളുണ്ട്. സെൻട്രൽ എക്സ്, മാവേലിക്കര RW, ആലുവ RW, കോഴിക്കോട് RW, ചീഫ് ഓഫീസ് ഉൾപ്പെടെ അവിടെ ഏത് നിലയ്ക്കാണ് ടാർഗറ്റ് നിശ്ചയിക്കാൻ പോകുന്നത്? അത് മാത്രമല്ല, ഈ സർക്കാരിന്റെ എല്ലാ മേഖലയിലും ടാർഗറ്റ് നിശ്ചയിക്കട്ടെ. RTO ഗതാഗത വകുപ്പിന് കീഴിലുള്ള RTOയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ദിവസം ഇത്ര ടാർഗറ്റ് തയ്ച്ചാൽ ശമ്പളം തരുന്നുള്ള നിലപാടുണ്ടായിക്കോട്ടെ. അതൊന്നുമില്ലാതെ ഒരു പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഒരു വിഭാഗം തൊഴിലാളികളെ മാത്രം ഈ പീഡിപ്പിക്കുന്ന സമീപനം തീർച്ചയായിട്ടും ഗതാഗത മന്ത്രി അതിന് പിന്തുണ കൊടുക്കുന്നത് അവസാനിപ്പിച്ചേ മതിയാകും. ഇന്ത്യൻ സർക്കാരിലെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കുറച്ചുകൂടെ തൊഴിലാളികൾക്ക് അനുകൂല സമീപനം സ്വീകരിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സംഘടനയ്ക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ സന്തോഷ്. ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന് AHUCയുടെ പ്രതിനിധി MG രാഹുൽ കൂടി ചേരുകയാണ്. ശ്രീ രാഹുൽ, ഈ തൊഴിലാളികൾ, യൂണിയനുകൾ എല്ലാവരും തന്നെ ഈ പുതിയ പരിഷ്കരണങ്ങൾക്കെതിരെ ആ ചർച്ചയിൽ തന്നെ ശബ്ദമുയർത്തിയതാണ്. എന്നിട്ടും ഏകപക്ഷീയമായ നിലപാടുമായി മാനേജ്മെന്റും അതിനെ പിന്താങ്ങിക്കൊണ്ട് ഗതാഗത മന്ത്രിയും മുന്നോട്ട് പോവുകയാണ്. ശക്തമായ വിമർശനമാണ് AK ആന്റണിക്കെതിരായി ഉന്നയിച്ചിട്ടുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? AK ആന്റണിക്കെതിരായിട്ടാണോ ആന്റണി രാജുവിനെതിരായിട്ടാണ്? ക്ഷമിക്കണം, ആന്റണി രാജുവിനെതിരായി AK ബാലൻ. AK ബാലൻ ഒരു തൊഴിലാളി പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്ന ഒരു നേതാവാണ്. സ്വാഭാവികമായി അങ്ങനെ പറയുക അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ആന്റണി രാജുവിന്റെ
നിലപാട് കേരളത്തിന്റെ പൊതുസമൂഹത്തിനൊട്ടും യോജിച്ചതല്ല. അയാളൊരു ലോട്ടറി അടിച്ചതുപോലെ ഒരു മന്ത്രിസ്ഥാനം കിട്ടി എന്നതിന്റെ പേരിൽ കേരളത്തിന്റെ പൊതുഗതാഗതം മുഴുവൻ അദ്ദേഹത്തിന്റെ കാൽക്കീഴിലാണ് എന്നൊരു നിലപാടിലാണ് പല ഘട്ടങ്ങളിലും തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുന്നത്. യുക്തിപത്രമാണോ ഏതെങ്കിലും തീരുമാനമെന്ന് ചോദിച്ചാൽ ഒരു തീരുമാനത്തിലും യുക്തിപത്രമല്ല. ഏതെങ്കിലും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിനാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാവുന്നില്ല. എടുക്കുന്ന ഏതെങ്കിലും തീരുമാനം നിയമപരമാണോ എന്ന് ചോദിച്ചാൽ എടുക്കുന്ന ഒരു തീരുമാനം നിയമപരമല്ല. ഒരാഴ്ചക്ക് മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാന്യായ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോ KSRTCക്ക് ബഡ്ജറ്റ് വിഹിതം കുറവാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചപ്പോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ പറഞ്ഞത്, സാർ KSRTC നന്നാവുന്നതിന്റെ ലക്ഷണമാണ് സാർ സർക്കാരിന് ബജറ്റ് വിഹിതം കുറച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത്. KSRTCക്ക് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെക്കുന്ന ബജറ്റ് വിഹിതം കുറയുന്നതിന് കാരണം KSRTCയിൽ വരുമാനം കൂടുന്നുണ്ട്, അത് നന്നാവുന്നതിന്റെ ലക്ഷണമാണ് സാർ. അതിനെ അങ്ങനെ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് മനസ്സിലാവുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതേ ആന്റണി രാജു 7 ദിവസം പിന്നിടുമ്പോഴേക്ക് വരുമാനമില്ലാത്തതുകൊണ്ട് KSRTCക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു, പകുതിയാക്കുന്നു, ഗഡുക്കളാക്കുന്നു എന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ പറയാണ്. ഇത് സത്യത്തിൽ ആരെയാണ് ഇവരെല്ലാം വെട്ടികളാക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പ്രതിമാസം 200 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം വരുന്ന ഒരു സ്ഥാപനത്തിൽ കേരളത്തിൽ ഞങ്ങളല്ലാതെ പിന്നെ വേറെ വൈദ്യുതി ബോർഡോ അങ്ങനെ മറ്റേതെങ്കിലും നല്ല വരുമാനം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ ഉണ്ടാവും. ബാക്കി കേരളത്തിലെ ബാക്കി എല്ലാ സർവീസ് സെക്ടറാണ്. അവരൊന്നും ആ നിലയിൽ വരുമാനം ഉണ്ടാക്കുന്നവരല്ല. കേരളത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും എല്ലാം വാങ്ങുന്നവർ. ഞങ്ങൾക്ക് ഒരു മാസം 200 കോടി രൂപ ഓരോ 24 മണിക്കൂർ കൂടുമ്പോൾ 6-7 കോടി രൂപയാണ് ഞങ്ങൾ കൊണ്ടുവന്ന് ഖജനാവിൽ അടയ്ക്കുന്നത്. ആ പണത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകേണ്ട ശമ്പളം മാത്രം സർക്കാർ തന്നാൽ മതി. ബാക്കി ഡീസലിന് പണം കൊടുക്കാനും ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം, കടം തിരിച്ചടയ്ക്കാൻ ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം, സ്പെയർ പാർട്സ് വാങ്ങാൻ ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം, MACTക്ക് ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം, ബസ്സുകളുടെ ഇൻഷുറൻസ് പുതുക്കാൻ ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം, എല്ലാത്തിനും ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം ആവാം. പക്ഷെ ശമ്പളം കൊടുക്കാൻ ഞങ്ങൾ കൊണ്ടുവന്ന വരുമാനം പോരാ. അതിനവർ ഓവർഡ്രാഫ്റ്റ് എടുക്കും, അല്ലെങ്കിൽ സർക്കാർ പണം തരണം. ഞാൻ വളരെ വിനീതത്തോടുകൂടി ചോദിക്കുകയാണ്, മനുഷ്യാധ്വാനത്തിന് വില കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളതെങ്കിൽ ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതനുസരിച്ചും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതനുസരിച്ചും വരുമാനത്തിൽ നിന്ന് പ്രഥമ പരിഗണന ശമ്പളത്തിന് കൊടുക്കണം. ബാക്കി കടം തിരിച്ചടയ്ക്കാൻ സർക്കാർ പണം തരുമ്പോൾ ആ പണം വാങ്ങിച്ച് കടം തിരിച്ചടയ്ക്കട്ടെ. അതല്ലെങ്കിൽ സർക്കാർ പണം തരുമ്പോൾ അത് വാങ്ങി ഡീസലിന് കൊടുക്കട്ടെ. അതല്ലെങ്കിൽ സർക്കാർ പണം തരുമ്പോൾ അത് വാങ്ങി സ്പെയർ പാർട്സ് കമ്പനികൾക്ക് കൊടുക്കട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ മാനേജ്മെന്റ് ചിന്തിക്കാത്തത്? എന്തായാലും ഇവർക്കൊക്കെ പണം കൊടുക്കണം. ആ പണം കൊടുക്കുന്നത് സർക്കാരിന്റെ പണം വാങ്ങി ശമ്പളമേ കൊടുക്കൂ. സർക്കാരിന്റെ പണം വാങ്ങി ഡീസലിന് കൊടുക്കില്ല, ഓയിൽ കമ്പനി കൊടുക്കില്ല, സ്പെയർ പാർട്സ് കമ്പനിക്ക് കൊടുക്കില്ല, കടം തിരിച്ചടക്കില്ല എന്നൊരു ഒരു ഒരു മാനേജ്മെന്റ് എടുത്താൽ ആ വാശി അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിൽ തൊഴിലാളി സമൂഹവും ജനങ്ങളും, എന്റെ നല്ല ധാരണ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ആർക്കും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല എന്ന് തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ട് ആ നിലപാട് മാറണം. മുഖ്യമന്ത്രി എടുത്ത് പറഞ്ഞത് പ്രകാരം 5-ാം തീയതി ശമ്പളം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം. തീർച്ചയായും വളരെ നന്ദി ശ്രീ രാഹുൽ ഈ നിമിഷം പ്രതികരിച്ചതിന്. ഏതായാലും KSRTCയിൽ ഗതാഗത മന്ത്രിയുടെ നിലപാട് LDF സർക്കാർ നയത്തിന് വിരുദ്ധമെന്നുള്ള രൂക്ഷമായ വിമർശനമാണ് AK ബാലന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ജീവനക്കാരെ മൊത്തം ബാധിക്കുന്ന പ്രശ്നത്തിൽ ആന്റണി രാജു ഏകപക്ഷീയമായ തീരുമാനം എടുത്തു എന്നുള്ളതാണ് AK ബാലൻ പറയുന്നത്. അതേസമയം തന്നെ ബ്യൂറോക്രസിക്കെതിരെയും രൂക്ഷമായ വിമർശനം AK ബാലൻ ഉന്നയിച്ചിരുന്നു. ബ്യൂറോക്രസിയിലെ ചെറിയൊരു വിഭാഗം മന്ത്രിമാരെ സോപ്പിട്ട് വശത്താക്കുന്നതിന് റിസർച്ച് നടത്തി പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ 1ാം പിണറായി സർക്കാരിന്റെ ജനോപകാരപ്രദമായ പല നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു. ഈ വസ്തുത മനസ്സിലാക്കി തെറ്റായ രൂപത്തിൽ വഴിവിട്ട് ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയന്ത്രിക്കുന്നതിനും തിരുത്തുന്നതിനും സർക്കാർ തയ്യാറാക്കണമെന്ന് അഭ്യർത്ഥിക്കണമെന്നും ബാലൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, ഈ സർക്കാരിന്റെ പല നടപടികളും പദ്ധതികളും നടപ്പാക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ് എന്നുള്ള ഒരു വിമർശനമാണ് AK ബാലന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ. തീർച്ചയായും. അതായത് KSRTC കൂടാതെ KSEBയിലെ ഒരു പ്രശ്നം കൂടി ചൂണ്ടിക്കാട്ടിയാണ് AK ബാലൻ ഈ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ ഇടപെടലിനെ കുറിച്ച് പറയുന്നത്. KSEBയിൽ നേരത്തെ ചേർന്ന മന്ത്രിതല യോഗത്തിൽ സ്മാർട്ട് മീറ്റർ വാങ്ങുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിരുന്നില്ല. ട്രേഡ് യൂണിയനുകളും ആ യോഗത്തിൽ പങ്കെടുത്തതാണ്. എന്നാൽ ആ യോഗത്തിന് വിരുദ്ധമായി ട്രേഡ് യൂണിയനുകളുടെ തീരുമാനത്തിന് വിരുദ്ധമായി സ്മാർട്ട് മീറ്റർ വാങ്ങാനുള്ള നടപടിക്രമങ്ങളും ടെൻഡറും ആരംഭിച്ച് ഇത് മന്ത്രിതല
ഇതിലെടുത്ത തീരുമാനത്തിന് വിരുദ്ധമാണ്. ഇത്തരത്തിൽ ബ്യൂറോക്രസിയിലെ ചെറിയൊരു വിഭാഗം മന്ത്രിമാരെ സോപ്പിട്ട് വശത്താക്കുന്നതിനെ റിസർച്ച് നടത്തി പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം പിണറായി സർക്കാരുടെ ജനോപകാരപ്രദമായ പല നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നു. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പല ജനോപകാരപ്രദമായ പല പ്രവർത്തനങ്ങളും ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട് എന്ന് പരോക്ഷമായി ഇത്തരത്തിൽ ഈ പ്രസ്താവനയിൽ കൂടി AK ബാലൻ തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും തൊഴിലാളികളും ജീവനക്കാരും സർക്കാരിനൊപ്പമാണ്. ഈ വസ്തുത മനസ്സിലാക്കി തെറ്റായ രൂപത്തിൽ വഴിവിട്ട് ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയന്ത്രിക്കാനും തിരുത്താനും സർക്കാർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും ഈ പ്രസ്താവന അവസാനിക്കുമ്പോൾ AK ബാലൻ പറഞ്ഞു വെക്കുന്നു. എന്തായാലും സർക്കാരിന് കൂടിയുള്ള ഒരു പരോക്ഷ വിമർശനമാണ്. അതായത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചറിഞ്ഞ് അവരെ നിയന്ത്രിച്ചു നിർത്താൻ സർക്കാരും തയ്യാറാകണമെന്നുള്ള പരോക്ഷ വിമർശനം കൂടി ഉന്നയിച്ചിട്ടാണ് AK ബാലൻ എന്തായാലും ഈ പ്രസ്താവന നിർത്തുന്നത്. KSRTC മാനേജ്മെന്റിനും KSEB മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനവും ഈ പ്രസ്താവനയിൽ ഉന്നയിക്കുന്നുണ്ട്. ആര്യ. യെസ്, തീർച്ചയായും ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കറുപ്പിന് വിലക്ക്. കോഴിക്കോട്ടെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വീണ്ടും കറുപ്പിന് വിലക്ക്. മീഞ്ചന്ത ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് കോളേജ് അധികൃതർ കറുത്ത വസ്ത്രമോ മാസ്കോ ധരിച്ച് വരരുതെന്ന് നിർദ്ദേശം നൽകിയത്. ഇതേ വേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കറുത്ത ഷർട്ടിട്ടാണ് എത്തിയത്. വെസ്റ്റ് ഹില്ലിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാനെത്തിയ 2 KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട്ടെ മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ജൈവവൈവിധ്യ കോൺഗ്രസ് ആണ് വേദി. പരിപാടി തുടങ്ങും മുന്നേ വിദ്യാർത്ഥികൾക്ക് കോളേജ് അധികൃതരുടെ നിർദ്ദേശമെത്തി. കറുത്ത വസ്ത്രമോ മാസ്കോ ധരിക്കരുത്. പരിപാടിയുടെ വേദിയിലും കർശന നിരീക്ഷണം. നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിട്ടത്. ID കാർഡോ പരിപാടിയുടെ ടാഗോ ഇല്ലാത്തവർക്ക് പ്രവേശനമില്ല. ID കാർഡുള്ള മാധ്യമപ്രവർത്തകരിൽ പലരെയും അരമണിക്കൂറോളം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു. വേദിക്ക് പുറത്ത് പരിശോധനാ കോലാഹലം. ഇതേ വേദിയിൽ കറുത്ത ഷർട്ടിട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് എത്തിയത് കൗതുകമായി. ജൈവവൈവിധ്യ കോൺഗ്രസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതും വൻ പോലീസ് അകമ്പടിയിൽ മുഖ്യമന്ത്രി ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ജൈവവൈവിധ്യ കോൺഗ്രസിൽ മുഖ്യമന്ത്രി എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് വെസ്റ്റ് ഹില്ലിൽ 2 KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിങ്കൊടി കാണിക്കാനെത്തിയവരാണ് KSU പ്രവർത്തകരെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. പോലീസാണ് കറുത്ത വസ്ത്രം പാടില്ലെന്ന നിർദ്ദേശം നൽകിയതെന്ന് മീഞ്ചന്ത ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി. കറുപ്പിന് വിലക്ക് ഏർപ്പെടുത്തി കോളേജ് ഒരു സർക്കുലറും നൽകിയിട്ടില്ലെന്നും പ്രിൻസിപ്പൽ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല കോളേജിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും അവരുടെ ID കാർഡ് ധരിക്കണം. അതേപോലെ തന്നെ അവര് കറക്റ്റ് 9:15 ആവുമ്പോഴേക്കും കോളേജിൽ എത്തണം, ഓഡിറ്റോറിയം ഓക്യുപ്പൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻ, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, കൈൻഡ്ലി റിക്വസ്റ്റ് ദ സ്റ്റുഡൻസ് ടു അവോയ്ഡ് ബ്ലാക്ക് ഡ്രസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് റിക്വസ്റ്റ് ചെയ്തു. സർക്കുലറിലില്ല, ഇങ്ങനെ നമ്മളോട് ഡയറക്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ കുട്ടികളോട് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടേ ഉള്ളൂ. മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ പേടിയാണെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ പ്രവർത്തകരെയും നേതാക്കളെയും അനധികൃതമായി കരുതൽ തടങ്കലിൽ വെക്കുന്നതിനെതിരെ കോൺഗ്രസ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. മുഖ്യമന്ത്രിക്ക് പൊതുപരിപാടികളുണ്ടെങ്കിൽ ജനത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. സഞ്ചാര സ്വാതന്ത്ര്യവും ഇഷ്ടമുള്ള വസ്ത്രധാരണവും ഉൾപ്പെടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ മേൽ കടന്നുകയറാനാണ് സംസ്ഥാന ഭരണകൂടം ശ്രമിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. പ്രതിരോധിക്കാൻ MV ഗോവിന്ദൻ. കറുത്ത വസ്ത്രം ധരിക്കുന്നതിനെ ആരും വിലക്കിയിട്ടില്ലെന്നും കരിങ്കൊടി പ്രതിഷേധവുമായി എത്തുന്ന ചാവേറുകളെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൂട്ടിയതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആകാശ് തില്ലങ്കേരി തനി ക്രിമിനൽ, എന്തു വേണമെങ്കിലും വെളിപ്പെടുത്തിക്കോട്ടെ എന്നും ഗോവിന്ദൻ. സ്വർണ്ണക്കടത്ത് കേസ് ജനം പുച്ഛിച്ച് തള്ളുമെന്നും കേന്ദ്ര ഏജൻസികളുടെ നടപടികളിൽ ആശങ്കയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി ന്യൂസ് 18നോട് പറഞ്ഞു.
കാസർഗോഡ് നിന്ന് ജനകീയ പ്രതിരോധ ജാഥ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യൂസ് 18നോട് നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ കുറച്ചുപേർ ചാവേറുകളെ പോലെ വാഹനത്തിന് മുന്നിൽ ചാടി വീഴുകയാണ്. കോൺഗ്രസ് നടത്തുന്നത് ജനകീയ സമരമല്ല. അല്ല, അത് ഗവൺമെന്റിന് എതിരായിട്ട് അതുപോലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്ന ചാവേറുകളെ പോലെ അവിടെയും ഇവിടെയും 5-10 ആളുകൾ ഇരുന്നിട്ട് വണ്ടിക്ക് മുമ്പിലേക്ക് ചാടുക, അമ്മാതിരിയുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ജനകീയ പ്രതിഷേധത്തിന് മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് വേറെ സ്വീകരിച്ചിട്ടുണ്ടോ കേരളത്തിൽ? സ്വർണ്ണക്കടത്ത് കേസിൽ വിവാദങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അത്തരം ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ലെന്ന് കഴിഞ്ഞ 3.5 വർഷമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ കൊല്ലായി ശിവശങ്കറും നിങ്ങളെല്ലാം കൂടി ചേർന്ന് കേന്ദ്ര ഏജൻസികൾ 5-10 ഏജൻസികളും കേരളത്തിലെ മാധ്യമ ശൃംഖലകൾ മുഴുവനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ട് ഒരുപാട് കാര്യം പറഞ്ഞ് തീർത്തതാണല്ലോ. ഇപ്പോഴും വീണ്ടും അതിൻ്റെ 3-ാം പതിപ്പോ 4-ാം പതിപ്പിലേക്കാണ് വരുന്നത്. അതെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിത് പുച്ഛിച്ച് തള്ളുക ചെയ്യുക. ആകാശ് തില്ലങ്കേരി തനി ക്രിമിനലാണ്. അവർക്ക് മുന്നിൽ കീഴടങ്ങില്ല. അവർക്കെന്താണ് വെളിപ്പെടുത്താനുള്ളതെന്ന് അവർ തുറന്നു പറയട്ടെ, ഒരു പ്രശ്നവുമില്ല. തനി ക്രിമിനൽ. ഈ പാർട്ടിക്ക് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല. എന്താണോ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോട്ടെ. ക്രിമിനലുകൾക്കൊന്നും കീഴടങ്ങാനുള്ള ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിരിക്കാൻ ഞങ്ങൾക്കൊരു കാര്യത്തിലും മുൾമുനയിൽ നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങളിത് ഗൗരവത്തിലെടുക്കുന്നേ ഇല്ല. KSRTCക്ക് ഈ സർക്കാർ നൽകിയതുപോലെ ഒരു സർക്കാരും സഹായം നൽകിയിട്ടില്ല. KSRTCയെ നവീകരിക്കാനുള്ള ശ്രമം നടത്തും. കേരളത്തിലെ KSRTCക്ക് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി നൽകിയതുപോലെ ഇത്രയും വലിയൊരു സഹായം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഗവൺമെൻറ്റും KSRTCക്ക് നൽകിയിട്ടില്ല. വെല്ലുവിളിക്കുകയാണ്. പറയാനുള്ളത് പറ. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഇന്ധന സെസ്സിനെ ന്യായീകരിച്ച MV ഗോവിന്ദൻ പക്ഷേ കേന്ദ്ര സർക്കാർ ഇനി ഇന്ധനവില വർദ്ധിപ്പിച്ചാൽ സമരം ചെയ്യുമെന്നും വ്യക്തമാക്കി. ജനകീയ പ്രതിരോധ ജാഥ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ പ്രതിരോധത്തിന്റെ മതിൽ ഉയർത്താൻ കേരളത്തിലെ ജനങ്ങളെ സജ്ജരാക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. മനു ഭരത്, ന്യൂസ് 18. സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം തുടർന്ന് തില്ലങ്കേരി സംഘം. KK ശൈലജയുടെ പേഴ്സണൽ സ്റ്റാഫ് രാഗിത് AP-ക്കെതിരായാണ് അധിക്ഷേപം. ഫേസ്ബുക്ക് പരാമർശങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നും CPM ആകാശ് തില്ലങ്കേരിക്ക് ഭയപ്പെടുന്ന പാർട്ടിയല്ല എന്നും KK ശൈലജ പ്രതികരിച്ചു. തില്ലങ്കേരി സംഘവുമായി സമൂഹമാധ്യമങ്ങളിൽ യുദ്ധം വേണ്ടെന്ന് CPM കഴിഞ്ഞ ദിവസം അണികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ CPM-നെ പ്രകോപിപ്പിച്ച് വീണ്ടും ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി ഉയർത്തുകയാണ് ആകാശ് തില്ലങ്കേരിയും കൂട്ടരും. CPM വട്ടപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ AP രാഗിത് കാണിക്കാത്ത മര്യാദ തിരിച്ചും കാണിക്കില്ലെന്നാണ് ആകാശ് തില്ലങ്കേരി പോസ്റ്റ് ചെയ്തത്. RSSന്റെ കടന്നാക്രമണങ്ങളെ ചെറുത്തതിന് കൊലക്കേസിൽപ്പെട്ട സഖാവിനെയും ഭാര്യയെയും രാഗിത് തെറിവിളിച്ചുവെന്നും രക്തസാക്ഷിത്വത്തിന് മങ്ങലേൽപ്പിച്ചുവെന്നും പോസ്റ്റുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റുകളെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുമെന്നും ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂവെന്നും KK ശൈലജ MLA പ്രതികരിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ടി എന്നുള്ള നിലയിലെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ എങ്ങനെയായാലും നിൽക്കുകയുള്ളൂ. CPIM അങ്ങനെ ആർക്കും മയപ്പെടുന്ന ഒരു പാർട്ടിയല്ല. കാരണം എന്നാൽ മയപ്പെടും, അത് ജനങ്ങളോടാണ് CPM മയപ്പെടുന്നത്. ന്യായത്തിന്റെ കൂടെ നിന്നില്ലെങ്കിലും രാഗിന്ദിനെ താങ്ങാൻ വേണ്ടി തങ്ങളെ കരിവാരി തേക്കരുതെന്നാണ് ജിജോ തില്ലങ്കേരിയുടെ പോസ്റ്റ്. അതേസമയം പാർട്ടിയാണ് വലുതെന്നും എന്ത് നിലപാടെടുത്താലും പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നുമാണ് ജയപ്രകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ തന്റെ നാട്ടിൽ തന്റെ ന്യായവും നീതിയും താൻ തന്നെ തെരഞ്ഞെടുക്കുമെന്നും ജയപ്രകാശ് പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ലൈഫ് മിഷൻ കോഴക്കേസും അർജുൻ ആയങ്കി വിവാദവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെ CPM-ന്റെ ജനകീയ പ്രതിരോധ യാത്ര നാളെ തുടങ്ങും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന യാത്ര കാസർഗോഡ് കുമ്പളയിലാണ് തുടങ്ങുക. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി മാർച്ച് 18-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. രാഷ്ട്രീയ സ്ഥിതി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനുമാണ് യാത്ര. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കാനും കേന്ദ്ര അവഗണനയും തുറന്നുകാട്ടാനുമാണ് പ്രധാനമായും ജാഥ നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ ചെർക്കള, കുണ്ടംകുഴി, കാഞ്ഞങ്ങാട്, കാലിക്കടവ് എന്നിവിടങ്ങളിലാണ് സ്വീകരണം. തുടർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ഓരോ കേന്ദ്രങ്ങളിലും പരമാവധി പ്രവർത്തകരെ അണിനിരത്താനാണ് തീരുമാനം. കേരളത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുള്ള ഏക സംസ്ഥാനം. ഈ സംസ്ഥാനത്തോട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം അവസാനിപ്പിക്കുന്നതിന് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമം നടത്തുന്നു. ഇത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നടത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം ലൈഫ് മിഷൻ കോഴക്കേസ്, അർജുൻ ആയങ്കി വിവാദം, ബജറ്റിലെ ഇന്ധന സെസ് വർധന തുടങ്ങിയ കാര്യങ്ങളും യാത്രയിൽ വിശദീകരിക്കേണ്ടി വരും.
ജാഥയുടെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും ഉണ്ടാകും. ന്യൂസ് 18 കാസർഗോഡ്. ഒരിടവേള കൂടി. വാർത്തകളിലേക്ക്. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയേക്കും. സ്വപ്ന സുരേഷും CM രവീന്ദ്രനും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ കോഴ ഇടപാടിൽ ഒരു കോക്കസ് പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ വിളിച്ചുവരുത്താൻ ED ഒരുങ്ങുന്നത്. മുമ്പ് ലൈഫ് മിഷൻ കേസിൽ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും CM രവീന്ദ്രൻ ഹാജരായിരുന്നില്ല. EDയുടെ കസ്റ്റഡിയിലുള്ള ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിൽ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളിൽ ഭവന പദ്ധതിയുടെ കരാർ തയ്യാറാക്കുന്നതിൽ സംശയമുണ്ടെങ്കിൽ രവീന്ദ്രനെ വിളിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രളയ സഹായത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട് CM രവീന്ദ്രനും സ്വപ്ന സുരേഷും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റും EDയുടെ കൈവശമുണ്ട്. CM രവീന്ദ്രനെതിരായ സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെയും പശ്ചാത്തലത്തിലാണ് നടപടി. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലുമായി ശിവശങ്കർ സഹകരിക്കുന്നില്ലെന്നാണ് ED പറയുന്നത്. M ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ന്യൂസ് 18 കൊച്ചി. കിഫ്ബി അക്ഷയഖനി അല്ലെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. 50,000 കോടിയുടെ പദ്ധതിയാണ് കിഫ്ബിയിലൂടെ ലക്ഷ്യമിട്ടത്. പരിധി കഴിഞ്ഞതിനാൽ കിഫ്ബിയിലൂടെ ഇനി പദ്ധതികൾ അനുവദിക്കരുതെന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. കിഫ്ബിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഐസക്കിന്റെ പ്രതികരണം സംബന്ധിച്ച ചോദ്യത്തിനാണ് VD സതീശന്റെ മറുപടി. പ്രതിപക്ഷം ഇക്കാര്യം ആദ്യം പറഞ്ഞപ്പോൾ തോമസ് ഐസക് സമ്മതിച്ചില്ലെന്നും സതീശൻ പറഞ്ഞു. BBC ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന BBC ഹിന്ദി വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ട ലേഖനത്തിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. മണിക്കൂറുകളോളം മാധ്യമപ്രവർത്തകരെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല. ഉദ്യോഗസ്ഥരിൽ ചിലർ മോശമായി പെരുമാറി. മാധ്യമപ്രവർത്തകരുടെ കമ്പ്യൂട്ടറുകളും ഫോണും പരിശോധിച്ചു. ജോലിയുടെ സ്വഭാവം സംബന്ധിച്ചും വിവരങ്ങൾ ശേഖരിച്ചു. സംരക്ഷണ സമയം അവസാനിച്ചതിനു ശേഷം മാത്രമാണ് ഈ മാധ്യമപ്രവർത്തകരെ ജോലി ചെയ്യാൻ അനുവദിച്ചതെന്നും BBC വ്യക്തമാക്കി. കായിക വാർത്തകൾ. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ 6 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്തി. 115 റൺസ് വിജയലക്ഷ്യം 2 ദിവസം ശേഷിക്കെ ഇന്ത്യ മറികടന്നു. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് വീഴ്ത്തിയ രവീന്ദ്ര ജഡേജയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഒറ്റ സെഷനിൽ 9 വിക്കറ്റ്, 1 വിക്കറ്റിന് 62 റൺസ് എന്ന നിലയിൽ നിന്ന് 113 റൺസിന് ഓൾ ഔട്ടിലേക്ക് കൂപ്പുകുത്തിയതാണ് ഓസീസിന് തിരിച്ചടിയായത്. 42 റൺസ് മാത്രം വഴങ്ങി 7 വിക്കറ്റുകൾ പിഴുത് കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം രവീന്ദ്ര ജഡേജ കാഴ്ചവെച്ചപ്പോൾ അത് ഇന്ത്യയുടെ വിജയം അനായാസമാക്കി. 3 വിക്കറ്റ് വീഴ്ത്തി അശ്വിനും ജഡേജയ്ക്കൊപ്പം കൂടി. 43 റൺസ് എടുത്ത ട്രാവിസ് ഹെഡും 35 റൺസ് എടുത്ത മാർണസ് ലബൂഷേനും പിൻവാങ്ങിയതോടെ ഓസീസ് കളി കൈവിട്ടു. ഇരട്ടയാക്കം കടന്ന മറ്റൊരു സ്കോറർ ഇല്ലായിരുന്നു ഓസ്ട്രേലിയയ്ക്ക്. മറുപടി ബാറ്റിംഗ് അനായാസമായിരുന്നില്ല ഇന്ത്യക്കും. രാഹുൽ വന്നപാടെ മടങ്ങി. ക്യാപ്റ്റൻ 31 റൺസിനും മുൻ ക്യാപ്റ്റൻ കോഹ്ലി 20 റൺസിനും ശ്രേയസ് അയ്യർ 12 റൺസിനും തിരികെ കയറി. എന്നാൽ 100ാം ടെസ്റ്റ് കളിച്ച ചേതേശ്വർ പൂജാര S ഭരത്തിനെ കൂട്ടുപിടിച്ചാണ് വിജയം നേടിയെടുത്തത്. 4 മത്സരങ്ങളുടെ പരമ്പരയിൽ 2-0 മുന്നിലെത്തിയതോടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യൻ ഷെൽഫിൽ തുടരും. അടുത്ത 2 മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും ജയിച്ചാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും ഇന്ത്യ കളിക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. നിലവിലെ ചാമ്പ്യന്മാരായ കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമി ഫൈനൽ കാണാതെ പുറത്ത്. ജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ പഞ്ചാബിനോട് സമനില വഴങ്ങി. പഞ്ചാബും കർണാടകയും സെമിയിലേക്ക് മുന്നേറി. നിലവിലെ ചാമ്പ്യന്മാരെന്ന ഖ്യാതിയിൽ എത്തിയവരായിരുന്നു. നമ്മുടെ ആരാധക വൃന്ദത്തെ കണ്ടിട്ടാണ് സൗദിയിൽ നോക്കൌട്ട് മത്സരങ്ങൾ നിശ്ചയിച്ചതുപോലും. എന്നാൽ അവിടേക്ക് പറക്കാനുള്ള ചിറകറ്റു ഭുവനേശ്വറിൽ തന്നെ. പ്രതീക്ഷ കാക്കും വിധമായിരുന്നു 24ാം മിനിറ്റിൽ വിശാഖ് മോഹന്റെ ഗോള്. Another chance with the right, the shot comes in, it's 1-0 and there it is, the goal we were talking about. It's a Vishak Mohanan. Well, that'll just boost the intensity of the game. That's a sharp turn and the sharp finish. കേരളത്തിന്റെ ആരാധകരുടെ ആർപ്പുവിളിക്ക് പക്ഷേ 10 മിനിറ്റിന്റെ ദൈർഘ്യം മാത്രം. ഡിഫൻസിലെ വീഴ്ചയെ കരുവാക്കി രോഹിത് ഷെയ്ഖ് സ്ലൈഡ് ചെയ്ത് പന്ത് വലയിലാക്കി. Paramjeet will deliver towards the far side. Kamaldeep will control. It's onside and that's 1-1. It's the equalizer. രണ്ടാം പകുതിയിൽ ആക്രമണത്തിന്റെ വൈവിധ്യം കണ്ടുവെങ്കിലും സമനില പൂട്ടിലെക്കാൻ കേരളത്തിനായില്ല. 7 മിനിറ്റിന്റെ ഇഞ്ചുറി ടൈമിന് ശേഷം ഫൈനൽ വിസിൽ കേട്ടതും
നിരാശയുടെ മടക്ക ടിക്കറ്റ് മാത്രം മിച്ചം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പിതാവിന്റെ ചികിത്സയ്ക്കായി പ്രിയപ്പെട്ട ആടിനെ വിൽക്കേണ്ടി വന്ന അസ്നമോൾക്ക് പുതിയ ആടിനെ കിട്ടി. തിരുവനന്തപുരത്തെ മലയോര മേഖല പാലോട് ഇടിഞ്ഞാർ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിലൂടെയാണ് അസ്നമോളുടെ ആഗ്രഹം സഫലീകരിച്ചത്. ഈ റിപ്പോർട്ടോടെ വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ അപർണ ചേരും. നമസ്കാരം. ഇടിഞ്ഞാർ സർക്കാർ ട്രൈബൽ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിൽ 5ാം ക്ലാസ്സുകാരി അസ്നമോൾ കുറിപ്പെഴുതിയിട്ടു. എന്റെ കൂട്ടുകാരിയായിരുന്നു കുഞ്ഞാറ്റയാട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. എന്നാൽ വാപ്പയുടെ ചികിത്സയ്ക്ക് കാശ് തികയാതെ വന്നപ്പോൾ ഉമ്മ അവളെ വിറ്റു. കുഞ്ഞാറ്റയെ വിറ്റതോടെ വലിയ സങ്കടത്തിലാണ് ഞാൻ. എനിക്കൊരാടിനെ വാങ്ങി നൽകാമോ? ആഗ്രഹപ്പെട്ടി എന്ന മാജിക് ബോക്സിൽ നിന്ന് കുറിപ്പ് കിട്ടിയ അധ്യാപകർ അസ്നമോളുടെ ആഗ്രഹം സഫലീകരിച്ചു. തവിട്ടും വെള്ളയും നിറമുള്ള പുതിയ ആടിനും അസ്നമോൾ പേരിട്ടു കുഞ്ഞാറ്റയെന്ന്. ടീച്ചർ ലിബിന ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എഴുതിയിടാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ എഴുതിയിട്ടു. എനിക്കിത് കുഞ്ഞാറ്റ എന്നാണ് ആടിൻ്റെ പേരും. എനിക്ക് HM എല്ലാവരും കൂടെ എനിക്കൊരു ആടിനെ തന്നു. ആട്ടിൻകുട്ടിയുടെ പേരാണ് കുഞ്ഞാറ്റ. ആദിവാസി ഊരുകളിൽ നിന്നടക്കം പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അധ്യാപകർ മുൻകൈയെടുത്താണ് ആഗ്രഹപ്പെട്ടി സ്ഥാപിച്ചത്. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അധ്യാപകർ മുൻകൈയെടുത്ത് സാധിച്ചു നൽകും. അസ്നയുടെ പിതാവ് ഷിബുവിന്റെ ക്യാൻസർ ചികിത്സയ്ക്കായാണ് അസ്നയുടെ കൂട്ടുകാരിയായ കുഞ്ഞാറ്റയെ ഉമ്മ ഫാത്തിമ വിറ്റത്. ഇപ്പോൾ അസ്നയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല. ഇനി നല്ല എഴുത്തുകാരിയാകണമെന്നാണ് അസ്നമോളുടെ ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം.